ചേലക്കരയിലേക്ക് ആദ്യം പോകാം. ചേലക്കരയിലെ പോളിംഗ് ശതമാനം 63.95% ആണ്. വലിയ തരത്തിൽ ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് ചേലക്കരയിൽ നടക്കുന്നത്. അവിടെ നിന്നും വിവരങ്ങളുമായിട്ട് ആസിഫാണ് നമുക്കൊപ്പമുള്ളത്. ആസിഫ്, ഇനിയും ഏകദേശം അരമണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. അവസാന നിമിഷങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയ ആവേശ പ്രചരണമായിരുന്നു ചേലക്കരയിൽ നമ്മൾ കണ്ടത്. ഏതു രീതിയിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ്, പോളിംഗ് ദിനത്തെ ആവേശമൊക്കെ ഏതു രീതിയിലാണ് ഈ ഒരു അവസാന മണിക്കൂറിൽ? തീർച്ചയായും ചേലക്കരയിൽ ഇപ്പോൾ 70% മുകളിലേക്ക് പോളിംഗ് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് ഇപ്പോഴും ആളുകൾ വോട്ട് ചെയ്യാനായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ലിപ്പ് കൊടുക്കുന്ന ജോലികളെല്ലാം ഇപ്പോഴും ഈ പാർട്ടി പ്രവർത്തകർ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ഒരു ദൃശ്യങ്ങളിലേക്കും മറ്റും അവരുടെ ഒരു പ്രതികരണത്തിലേക്കും മറ്റും നമുക്ക് പോകാമെന്ന് തോന്നുന്നു. കാരണം രാവിലെ മുതൽ തന്നെ തുടങ്ങിയ ഒരു ജോലിയാണ് അവരെല്ലാവരും. അത് പതിവിന് ഉച്ച സമയത്ത് കുറച്ച് നേരം ഈ തിരക്കൊക്കെ കുറവുണ്ടായിരുന്നെങ്കിൽ പോലും വീണ്ടും വലിയ രീതിയിൽ തിരക്ക് ഈ ഒരു ബൂത്തുകളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. വൈകിയും ആളുകൾ ഇഷ്ടംപോലെ ഇങ്ങനെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ 70% മുകളിലേക്ക് കടന്ന സാഹചര്യം. അത് എത്ര ശതമാനം, 80% വരെ പോകുമോ എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് ഉറപ്പില്ല. എന്നാലും ഇവിടുത്തെ ഈ ഒരു ബൂത്തിലേക്ക് അടക്കം എത്രത്തോളം, ഇവിടെയൊക്കെ എത്ര പേര് വന്ന് പോയിട്ടുണ്ടെന്ന് കണക്കുകളായോ നിങ്ങളുടെ കയ്യിൽ? 970 അടുത്തായി. 1314. അതായത് ഒരു 80% അടുത്ത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇത്ര തന്നെ ഉണ്ടായിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഈ നമ്മുടെ ഈ ബൂത്തുകളിലൊക്കെ സാധാരണ എനിക്ക് തോന്നുന്നു ഓരോ ലോക്സഭയിൽ വരുമ്പോൾ അത് UDF-നും നിയമസഭ വരുമ്പോൾ LDF-നും അങ്ങനെ ഒരു മാറ്റം വരുന്ന ഒരു ഏരിയ വ്യത്യാസം വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഈ 144 ബൂത്തിൽ നമ്മൾ ലീഡ് ചെയ്തതാണ്, LDF ലീഡ് ചെയ്തതാണ്. മൊത്തം മുള്ളൂർക്ക പഞ്ചായത്തിൽ 258ഓളം UDF ലീഡ് ചെയ്തു. ഈ ഒരു പോക്കാണെങ്കിൽ കഴിഞ്ഞ തവണത്തെക്കാട്ടിലും ഒരു പോളിംഗ് ശതമാനം പോയും അല്ലേ? കഴിഞ്ഞ തവണ മൊത്തം എത്ര ആയിരുന്നു? പോളിംഗ് ശതമാനം കുറയാനാണ് സാധ്യത അല്ലേ? എനിക്ക് ഇനി ആകെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. LDF-ന്റെ ഇവിടെയാണ് LDF-ന്റെ സ്ലിപ്പും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നത്. ഇനി നമുക്ക് മറ്റ് പാർട്ടികളുടെ കൂടി ഉണ്ട് ഇവിടെ തന്നെ. DMK-യുടെ ഉണ്ട്, UDF-ന്റെ ഉണ്ട്, BJP-യുടെ ഉണ്ട്. അവരെല്ലാവരും ഈ അവസാന ഘട്ടത്തിലും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തവണ എത്രത്തോളം പോളിംഗ് എത്തുന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ചേലക്കര മണ്ഡലത്തിൻ്റെ വിജയപരാജയങ്ങൾ എന്നുള്ളത് ഉറപ്പാണ്. അതോടെ തന്നെ DMK അടക്കമുള്ള സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അവർ എത്രത്തോളം വോട്ട് പിടിക്കുമെന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. DMK-യെ സംബന്ധിച്ചിടത്തോളം അവിടെ STP അടക്കം അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ ഒരു 1100ഓളം കേഡർ വോട്ടുകളുണ്ട് എന്ന് അവർ പറയപ്പെടുന്നു. അതോടൊപ്പമാണ് മറ്റ് DMK PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ, അത് നിർണായകമാണ്. നമുക്ക് മറ്റ് മുന്നണികളുടെ അടക്കം അവരുടെ ഏജന്റുമാരിരിക്കുന്ന സ്ഥലത്ത് കൂടി നമുക്ക് പോകാമെന്ന് തോന്നുന്നു. കാരണം എല്ലാവരും അക്ഷീണമായൊരു പ്രയത്നത്തിലായിരുന്നു ചേലക്കരയെ സംബന്ധിച്ചോളം. കാരണം പതിവിന് വിപരീതമായി വലിയൊരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി ചേലക്കര ഇത്തവണ മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. കാരണം 3 മുന്നണികളിലും ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥികളെ തന്നെ ഇറക്കിക്കൊണ്ടുള്ള ഒരു മത്സരമാണ് നടന്നത്. LDF-നെ സംബന്ധിച്ചോളം K. രാധാകൃഷ്ണൻ മാറി നിന്നാൽ അവർക്ക് ഏറ്റവും ഈ മണ്ഡലത്തിൽ സുപരിചിതനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവർ മുന്നോട്ട് വെച്ചു. അത് UR പ്രദീപ് ആയിരുന്നു. UR പ്രദീപ് നേരത്തെ ഇവിടെ MLA ആയിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്ന് LDF-ന്റെ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. DMK-യുടെ ഇതിൽ നിലവിൽ DMK-യും ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകളും മറ്റും കാണാം. പക്ഷേ ഇവിടെ സ്ലിപ്പ് കൊടുക്കാനും മറ്റും ഇപ്പം DMK-യുടെ ബൂത്തിൽ ആളില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അവർ രാവിലെ എന്തായാലും സ്ലിപ്പ് കൊടുത്തു പോയിട്ടുണ്ട്. ഈ മുള്ളൂർക്കരയിലാണ് ഞാൻ നിൽക്കുന്നത്. മുള്ളൂർക്കരയിൽ DMK കുറച്ച് വോട്ടൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. കാരണം അതുകൊണ്ട് എല്ലായിടത്തും അവരുടെ ഈ ബൂത്തുകളൊന്നും ഇല്ല. പക്ഷേ മുള്ളൂർക്കരയിൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് സ്ലിപ്പ് കൊടുക്കാനും മറ്റും രാവിലെ മുതൽ തന്നെ അവരുടെ ബൂത്ത് UDF-ന്റെ പ്രവർത്തകർ അവിടെയുണ്ട്. അവരും ആ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 3 മുന്നണികളും ശക്തമായ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വൈകിയ വേളയിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവർ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുള്ളൂർക്കര പഞ്ചായത്ത് വിവിധ മുന്നണികളെ ലോക്സഭയിൽ UDF-നെ പിന്തുണച്ചപ്പോൾ പിന്നീട് നിയമസഭ വന്നപ്പോൾ LDF-നെ പിന്തുണച്ചു. അങ്ങനെ മാറി മാറി നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. ഇപ്പോൾ നമുക്ക് UDF പ്രവർത്തകരുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടെ പോകാം. എങ്ങനെയുണ്ട് നമ്മുടെ എത്ര പേരെ വോട്ട് ചെയ്തെന്ന് കണക്കുകളായോ? അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോളിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ള അഭിപ്രായമാണ്. കുഴപ്പമില്ല, പോളിംഗ് അത്യാവശ്യം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ അത്ര എത്തുമോ? കഴിഞ്ഞ തവണത്തെ എത്തുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത കുറവാണ്. കാരണം ഇനി ആകെപ്പാടെ അരമണിക്കൂർ കൂടി ഉള്ളൂ. ഇനി കുറച്ച് ആൾക്കാർ തന്നെ ഉള്ളൂ, ഒരു 100 ആൾക്കാരുടെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെ ഉള്ളൂ. സാധാരണ UDF ഒരു ഉയർന്ന പോളിംഗ് ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നതല്ലേ അല്ലേ? പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ
പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു 2 മണി 3 മണിയോടുള്ള പോളിംഗ് ഏതാണ്ടൊക്കെ അവസാനിച്ച മട്ടാണ്. സാധാരണ സ്ത്രീകളൊക്കെ ഒരു 2 മണി 3 മണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങാറ്. ഇത് 2 മണി 3 മണിയോടുള്ള പോളിംഗ് ഏതാണ്ട് അവസാനിച്ച ഘട്ടം പോലെയാണ്. എത്ര ശതമാനം പോളിംഗ് ചെയ്തു എന്ന് നമുക്ക് പെട്ടെന്ന് പറയാനും പറ്റില്ല. പോളിംഗ് കഴിയാതെ അവസാന ഘട്ട പോളിംഗ് കഴിയാതെ ഇത് നമ്മുടെ ഇപ്പോഴും വൈകിയ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സ്ലിപ്പൊക്കെ വാങ്ങി അവരെല്ലാവരും അങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന തിരക്കിലാണ്. കാരണം ഈ ജോലിയും മറ്റു കാര്യങ്ങൾക്ക് പോകുന്ന ആളുകളുണ്ട്. രാവിലത്തെ ഈ ഒരു തിരക്കിൽ അവർക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് വൈകുന്നേര സമയത്താണ് അവരത്തരത്തിൽ പോവുക. എന്താണ്, ആര് ജയിക്കും? ജയിക്കുന്ന ഞങ്ങളുടെ ഉദ്ദേശം കഴിവുറച്ച കോൺഗ്രസ്സുകാരാണല്ലോ. അതെ അതെ. എന്തായാലും UDF ആ ഒരു പ്രതീക്ഷ തന്നെയാണ്. കാരണം അവരിത്തവണ ഒരു പ്രതീക്ഷ ഉണ്ട് സാറേ, മാറുന്നുള്ള പ്രതീക്ഷ മാറുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അതേപോലെ എല്ലാവരും ചാനലിലും ഒക്കെ പറയണ എല്ലാവരും അങ്ങനെ തന്നെ. 8,000 വോട്ടിന്റെ ഉള്ളിൽ പ്രാവശ്യം ഭൂരിപക്ഷം ഉണ്ടായി. ഇപ്പോൾ ശതമാനം കുറഞ്ഞാലും അല്ലല്ല 10ന്റെ ഉള്ളിൽ 5ന്റെ 10ന്റെ ഇടയിൽ പ്രാവശ്യം ജയിച്ചിരിക്കും. തീർച്ചയായും അതാണ് UDF-നെ സംബന്ധിച്ചോളം. അവർ അത്തരത്തിലൊരു കണക്കേ പറഞ്ഞു. വലിയ ഒരു എണ്ണമൊന്നും ആദ്യം മുതലേ പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർ ആദ്യം മുതലേ ഒരു 5,000-നും ഒരു 8,000-നും ഇടയിൽ വോട്ടുകൾ വാങ്ങി വിജയിക്കും, കിട്ടും എന്നുള്ള കാര്യമാണ് UDF ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം സജീവമായി തന്നെ BJP പ്രവർത്തകരും ഇത്തവണ ഇറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം അവരുടെ കൂടി ഒരു ചെറിയ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. കാരണം തിരുവില്ലാമല അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കും എന്ന് BJP പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവരുടെ ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി അത് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും മറ്റ് 2 മുന്നണികളും കണ്ട് നമുക്കിനി BJP പ്രവർത്തകർ കൂടി ഒരു പ്രതീക്ഷയിലേക്ക് പോകാം. അവരും ആ ഒരു തിരക്കിട്ട നീക്കത്തിലാണ്. അവസാന ഘട്ടത്തിൽ വരാത്തവരൊക്കെ കണ്ടുപിടിച്ച് എത്തിക്കാനുള്ള ശ്രമമാണല്ലേ? അതെ, കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ്. അത്യാവശ്യം ഈ ഒരു ബൂത്തിൽ അത്യാവശ്യം പോളിംഗ് നടന്നിട്ടുണ്ടോ? നല്ല പോളിംഗ് നടന്നിട്ടുണ്ട്. ഏകദേശം കണക്കുകളൊക്കെ ആയോ, എത്ര പേരെന്നുള്ളതൊക്കെ വന്നുപോയത്? 946 ഇതുവരെ ആയിട്ടുണ്ട്. ഈ ബൂത്തിൽ ഒരു 80% അടുത്തായി. 80%-ആയി. എന്താണ് നിങ്ങളിപ്പോൾ ഇത്തവണ ഒരു വലിയ പ്രതീക്ഷ ഉണ്ടല്ലേ? കാരണം നിങ്ങൾ ജില്ലാ പഞ്ചായത്തിലെ ഒരു കണക്കൊക്കെ വെച്ചിട്ടൊരു അവലോകനം നടത്തിയൊരു വോട്ടിംഗ് പാറ്റേണൊക്കെ നിങ്ങൾ കണ്ടെടുത്തിയൊരു പ്രചാരണമായിരുന്നു. അതുകൊണ്ട് ഇത്തവണ വലിയ പ്രതീക്ഷയിലാണല്ലേ? വലിയ പ്രതീക്ഷയാണ്. ജയിക്കും, ഉറപ്പാണ്. ജയിക്കും എന്നുള്ള കാര്യത്തിൽ പോലും സംശയമില്ല. അത്ര ഉറപ്പാണ്. എന്തായാലും അവര് കൃത്യമായി ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം ഇത്തവണ അവർ ആ ഒരു രീതിയിൽ അവലോകനം നടത്തിപ്പോയി. 100% ജയിക്കുന്നതാണ്. 100%. ഇത്തവണ എന്ന് പറഞ്ഞാൽ ചേലക്കര ചരിത്രം കുറിക്കും. അതോടെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയത്തിന് ചരിത്രം മാറ്റുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ ചേലക്കര മണ്ഡലം. അതായത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ ഒരു കണക്കെടുത്താൽ നമുക്ക് വലിയ രീതിയിൽ ജില്ലാ പഞ്ചായത്തിലേക്കുണ്ടായ ഒരു സ്വാധീനം കൂടുതലാണോ നിങ്ങൾ പ്രധാനമായും? ജില്ലാ പഞ്ചായത്തിലേക്ക് 36,000-ലധികം വോട്ട് BJPക്ക് കിട്ടിയിട്ടുണ്ട്. അത് രാഷ്ട്രീയ വോട്ടാണ്. വാർഡ് തെരഞ്ഞെടുപ്പ് പോലെ അല്ലല്ലോ, രാഷ്ട്രീയ വോട്ടാണ്. അതുകൂടാതെ എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ 7,000 വോട്ട് പുതുതായിട്ട് ചേർത്തിയിട്ടുണ്ട്. അതും കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് ഒരു 5,000 വോട്ട് കൊണ്ട് കിട്ടിയാൽ മതി ജയിക്കാൻ അത്ര കിട്ടിയാൽ മതി. അത് കിട്ടും എന്നുള്ളത് 2 മുന്നണികളുള്ള ആളുകളുടെ അത്ര അറപ്പും വെറുപ്പും നടന്നുള്ള ഈ സാഹചര്യത്തിൽ ആ വോട്ട് കിട്ടും എന്നുള്ളത് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. ഓക്കെ, എന്തായാലും BJP ആ ഒരു കണക്ക് കൂട്ടലാണ്. എന്തായാലും നമ്മൾ LDF-ൻ്റെയും UDF-ൻ്റെയും BJP പ്രവർത്തകരുടെയും അവസാനവട്ട ഒരുക്കങ്ങളാണ് നൽകിയത്. അവർ സ്ലിപ്പ് കൊടുക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇനി എത്രത്തോളം പോളിംഗ് ശതമാനം വരുമെന്നത് കൂടി ആശ്രയിച്ചിരിക്കും ഈ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും 3 മുന്നണികളും പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷിക്കാൻ 3 മുന്നണികൾക്കും അവരുടേതായ കാരണങ്ങളുമുണ്ട്. എന്തായാലും അവസാനഘട്ട പോളിംഗിലേക്ക് ചേലക്കര പോകുമ്പോൾ ഏതൊക്കെ പഞ്ചായത്തിൽ എത്രത്തോളം വോട്ട് ഉയർന്നു നിൽക്കുന്നു, അത് ഏതൊക്കെ മുന്നണിക്ക് സ്വാധീനമുള്ള മേഖലയാണ്, ഇതെല്ലാം നമുക്ക് അവസാന ഘട്ടത്തിൽ ആ ഒരു ഫലം കൂടി വന്നതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ. ദേശമംഗലത്തിലും ഈ വരവൂരും അടക്കം വലിയ രീതിയിൽ ഉയർന്ന പോളിംഗ് വന്നാൽ അല്ലെങ്കിൽ അവിടെ വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കാമെന്ന് LDF പ്രതീക്ഷിക്കുന്നതാണ്. ആ രീതിയിൽ ഇനി ഏതൊക്കെ മുന്നണികൾക്ക് ഏതൊക്കെ തരത്തിൽ ഗുണം ചെയ്യുമെന്ന് ഓരോ പഞ്ചായത്തിലും എത്രത്തോളം പോളിംഗ് രേഖപ്പെടുത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തമാകുകയുള്ളൂ. എന്തായാലും 6 മണിക്കാണ് ഔദ്യോഗികമായി പോളിംഗ് ആരംഭിക്കുക. 6 മണിക്ക് ക്യൂവിലെത്തുന്ന ആളുകൾക്ക് കൂടി അവർക്ക് കാത്തു നിന്ന് വോട്ട് ചെയ്യാനുള്ള അവസരവും എന്തായാലും ഉണ്ടാകും. ശരി, ബിനിൽ കൂടിയുണ്ട് ചേലക്കരയിൽ നിന്നും. ബിനിൽ, ഇപ്പോൾ ആസിഫ് പറഞ്ഞതനുസരിച്ച് 70% മുകളിലേക്ക് പോകുകയാണ് ചേലക്കരയിലെ ഒരു പോളിംഗ് ശതമാനം. ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ. ഇത് ഏത് രീതിയിലാണ് മുന്നണികളൊക്കെ എത്രമാത്രം ആവേശത്തിലാണ്, ആത്മവിശ്വാസത്തിലാണ്, അവസാനവട്ടം വോട്ടർമാരൊക്കെ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? അവസാനിക്കാൻ അവസാന സമയത്ത് കൂടുതൽ ആളുകൾ ഈ ബൂത്തുകളിലേക്ക്, പോളിംഗ് ബൂത്തുകളിലേക്ക് വരുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വോട്ടുറപ്പിക്കാനുള്ള ഏറ്റവും ഒടുവിലത്തെ സമയം വിനിയോഗിക്കുകയാണ്. അവർ കൂടുതൽ ആളുകളെ, ഇനി വോട്ട് ചെയ്യാനുള്ള ആളുകളെ അവിടെ ബൂത്തുകളിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ ശേഷം ഒരു മന്ദഗതിയിലാണ് പോളിംഗ് ഉണ്ടായിരുന്നത്. ചില ബൂത്തുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ആരുമില്ലാത്ത സ്ഥിതിയുണ്ട്. അതായത് രാവിലെ മുതൽ ഉച്ചവരെ പോളിംഗ് നടത്തി ഏകദേശം ആളുകളൊക്കെ വോട്ട് ചെയ്ത ബൂത്തുകളുമുണ്ട്. എന്തായാലും
ഈ പോളിംഗ് ശതമാനം ഉയരുന്നത് ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 77% പോളിംഗ് ഉണ്ടായിരുന്നത് 2021. പക്ഷേ അതിലേക്ക് എത്തുമോ എന്നുള്ള സംശയം ഇനിയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ 70 കടന്നിട്ടേ ഉള്ളൂ. അരമണിക്കൂർ കൂടി ഇല്ല ഇനി. അപ്പോൾ ആ അരമണിക്കൂറിനുള്ളിൽ 5% പോളിംഗ് കൂടി ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്തായാലും അത്തരത്തിൽ അടുക്കുന്ന പോളിംഗ് ശതമാനമായിരിക്കും ഉണ്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഓരോ പഞ്ചായത്തിലും വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് മുന്നണികൾ. ദേശമംഗലം അടക്കമുള്ള പഞ്ചായത്ത്, നേരത്തെ ആസിഫ് പറഞ്ഞു, ദേശമംഗലം അടക്കം നേട്ടമുണ്ടാക്കുമെന്നാണ് LDF പ്രതീക്ഷ. കാരണം UR പ്രദീപിന്റെ സ്ഥലം കൂടിയാണ് ദേശമംഗലം. മറ്റ് പഞ്ചായത്തുകളും, ഇവിടെ 9 പഞ്ചായത്തുകളിൽ 7 പഞ്ചായത്തിലും വലിയ മുന്നേറ്റം LDF അത് ഇത്തവണയും തുടരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് ഗുണകരമാണ് തങ്ങൾക്ക് എന്നാണ് ഇപ്പോൾ LDF പറയുന്നതും. എന്തായാലും അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കൂടുതൽ ആളുകൾ എന്തായാലും ഈ ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട്. പോളിംഗ് 6 മണിക്ക് അവസാനിക്കുമ്പോൾ പോളിംഗ് ശതമാനം ഇനിയും ഉയരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വാതി. ശരി ബിനിൽ.